ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിക്ക് നല്ല മറുപടിയും കൊടുത്തിട്ട് രേവതി അവിടെ നിന്ന് പോയി. പിന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നമ്മുടെ രേവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സച്ചി ഇങ്ങനെ നിന്നത് കണ്ടപ്പോഴത്തേക്ക് രേവതി സച്ചി അടുത്തേക്ക് വിളിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ വാ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി പറഞ്ഞ അനുസരിച്ച് നമ്മുടെ സച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പം എന്താ രേവതി നീ പ്രാർത്ഥിച്ചതെന്ന് സച്ചു ചോദിക്കാം. അപ്പോൾ എൻ്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണേന്നാ പ്രാർത്ഥിച്ചതെന്ന് രേവതി പറഞ്ഞു. അപ്പോൾ ഓ ഓ ഓ നീ ഇപ്പം നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചെന്ന് സച്ചി അന്നേരം രേവതിയോട് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ 1 വർഷമായില്ലേ, അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നിങ്ങളിൽ നിന്ന് പഠിച്ചതാണെന്നൊക്കെ രേവതി പറഞ്ഞപ്പം ഓ എന്നിൽ നിന്ന് പഠിച്ചതോ, ഇവിടെ വരുമ്പോഴേ നിന്റെ നാക്കിന് ഇത്തിരി നീളവേ കൂടുതലായിരുന്നു, ഇപ്പം അത് കുറച്ചുകൂടി കൂടിയെന്നേ ഉള്ളൂ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ആ നിന്റെ അടുത്ത് ഞാനൊക്കെ എന്ത് എന്നൊക്കെ പറഞ്ഞു സച്ചി. തർക്കുത്തരത്തിൻ്റെ രാജ്ഞിയാ നീ, രാജ്ഞി. എൻ്റെ പൊന്നോ, നിങ്ങൾ എന്നോട് അടി കൂടാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയതാണോ എന്ന് രേവതി അന്നേരം ചോദിച്ചു. ഞാൻ നിന്നോട് അടി കൂടും എൻ്റെ രേവതി, അതും ഇന്ന് നല്ല നാളായിട്ട്. അപ്പം അത് ഓർമ്മയുണ്ടല്ലേ, ഞാൻ കരുതി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും അതങ്ങ് മറന്നു പോയി കാണുന്നു. അപ്പം ഞാനതങ്ങനെ മറക്കും എൻ്റെ രേവതി. അതൊക്കെ വിട്ടുകള, രാവിലെ തന്നെ എന്നോട് പറയാതെ എവിടെ പോയിട്ട് വന്നതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിന്നോട് പറയത്തില്ല. അതെന്താ? ആദ്യം നീ പോയി മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് വരാൻ പറഞ്ഞു. ഉവ്വ ഞാൻ അല്ലെങ്കിലും സുന്ദരിയാണെന്ന് രേവതി. പിന്നെ എന്ന് പറഞ്ഞു സച്ചി. ശരി ഞാൻ ഒരുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി ഒരുങ്ങാനായിട്ട് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ സച്ചിയും കൂടെ ചെന്നു. അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ നിങ്ങളുടെ വരവും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാനെന്ന് പറഞ്ഞു അച്ഛനെ. എന്താ അച്ഛാ? 2 പേർക്കും എൻ്റെ വിവാഹ മംഗളാശംസകൾ എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ താങ്ക് യു അച്ഛാന്ന് രേവതി. താങ്ക്സ് അച്ഛാന്ന് സച്ചിയും പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രമതി മുഖം വലിച്ചേറ്റി പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ഒരു സൈഡ് ചെരിഞ്ഞ് നിന്ന് ഇവരെ നോക്കുന്നത്. അച്ഛാ അമ്മയും കൂടി വിളിക്കുക അച്ഛാന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരും ഞങ്ങളുടെ മുന്നിൽ ഒന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞു. എന്താടാ? കാര്യമുണ്ട് അച്ഛാ, ഒന്ന് വിളിക്കുക അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും ചന്ദ്രമതി ഇവൻ പറഞ്ഞത് കേട്ടില്ല, നിന്നോടൊന്ന് ഇവിടെ വരെ വരാൻ, ഇവിടെ ഒന്ന് നിന്നേ ബാ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ വിളിക്കുക. ചന്ദ്രമതിയാണെ വരുന്നില്ല. നിന്നോടല്ലേ ചന്ദ്ര ഇങ്ങ് വരാൻ പറഞ്ഞു, വന്നേ ചന്ദ്ര എന്ന് പറഞ്ഞ് രവേട്ടൻ വിളിച്ചു. ചന്ദ്ര വന്നു. നീ ഇവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. വന്ന് നിന്നു. അച്ഛനും ഒപ്പം കയറി നിന്നു. എന്നിട്ട് എന്താ കാര്യം മോനെ പറയടാന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും കൂടെ വന്ന് നിന്ന് അച്ഛൻ്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് ഇവർ നോക്കുമ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ട് ഒരാളങ്ങോട്ടേക്ക് കയറി വരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ അച്ഛമ്മ. അച്ഛമ്മയെ കണ്ടപ്പോഴത്തേക്കും അമ്മ വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ പെട്ടെന്ന് അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഓടിച്ചെന്നു. അച്ഛമ്മയെന്ന് പറഞ്ഞു ഓടിച്ചെന്ന് അച്ഛമ്മയെ എടുത്ത് പൊക്കി. അപ്പം എന്നെ താഴെ ഇറക്കടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ എടാ താഴെ ഇറക്കടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടനും. അപ്പം പോടാ അവിടെ നിന്നും പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ നിൽക്കുക. കണ്ട ഉടനെ എടുത്ത് പൊക്കി അങ്ങ് വട്ടം കറക്കിക്കോളും, നിന്റെ മുന്നിൽ വരാൻ പേടിയാ എനിക്കെന്ന് അച്ഛമ്മ പറഞ്ഞു. അമ്പടി പേടിക്കാരി, ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നോട് പെണങ്ങില്ല ചിന്തിരി എന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും ശ്രുതിയും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിയൊക്കെ പുച്ഛിച്ചിങ്ങനെ നിൽക്കുക. അപ്പം അച്ഛമ്മ ചോദിച്ചു എവിടെയാടാ എൻ്റെ രാജകുമാരി എന്ന്. അപ്പോഴേക്കും അച്ഛമ്മ ഓടി ചെന്നിട്ട് ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ രാജകുമാരിക്ക് സുഖമാണോ എന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പോൾ സുഖ അച്ഛമ്മയെന്ന് രേവതിയും പറഞ്ഞു. അപ്പോൾ രേവതി പെട്ടെന്ന് തന്നെ അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ എന്തോ പോലെ നോക്കുക. അപ്പോൾ ഐശ്വടാ രാജകുമാരി പോലും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ഛമ്മ നമുക്ക് അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അച്ഛമ്മയെ വിളിച്ചുകൊണ്ട് സച്ചി കൊണ്ട് ഇരുത്തി. അപ്പോൾ അമ്മ എന്തോ ഓർക്കപ്പുറത്ത് ഓടി വന്നേ, അതൊരു സൂചന പോലും തന്നില്ലല്ലോ എന്ന് ചന്ദ്രമതി. നിന്നോട് വിളിച്ച് അനുവാദം മേടിച്ചിട്ട് വേണോ ഞാൻ ഇവിടേക്ക് വരാനെന്ന് അച്ഛമ്മ ചോദിക്കുമ്പം അയ്യോ വേണ്ടാമ്മ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ചന്ദ്രമതിയെ. പറഞ്ഞേ ഉള്ളൂ. നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചന്ദ്രേ എന്ന് അച്ഛമ്മ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കും. അതായത് സച്ചിൻ രേവതിയൊക്കെ ആക്കിയ ചിരിയോടെ. ആ സമയം നിന്റെ അസുഖമൊക്കെ മാറിയോ എന്ന് അച്ഛമ്മ രവിയേട്ടനോട് ചോദിച്ചു. മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടമ്മേ, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് രവിയേട്ടൻ അന്നേരം അച്ഛമ്മയോട് പറഞ്ഞു. ആ സമയത്ത് 2 പേർക്കും സുഖം തന്നെയല്ലേ എന്ന് ശ്രുതിയോടും ചോദിക്കാം. അതെ സുഖം തന്നെ അച്ഛമ്മേ, കുഴപ്പമൊന്നുമില്ല. അപ്പം മൂത്ത മരുമോളെ നിന്റെ കെട്ടിയോൻ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് അച്ഛമ്മ ചോദിച്ചു. അത് പിന്നെ സുധി പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ അച്ഛമ്മയെന്ന് പറഞ്ഞു. അച്ഛമ്മ അത് പിന്നെ മറ്റൊരു സ്ഥാപനത്തിൽ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് സ്വന്തമായിട്ടോ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതാണല്ലോ, പ്രത്യേകിച്ച് എന്നെ പോലെ ബുദ്ധിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാൾ. പിന്നെ ഞാനൊരു ഹോം അപ്ലയൻസസ് ഷോറൂം ഓപ്പൺ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡാ അതെ മതി അച്ഛമ്മ വന്ന് കയറിയതേ ഉള്ളൂ, നിന്റെ പൊങ്ങച്ചൻ പറച്ചിലൊക്കെ പിന്നെ മതി എന്ന് സച്ചി അന്നേരം പറഞ്ഞു. അല്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാടാ, അപ്പോൾ പൊങ്ങച്ചൊന്നും അല്ലടാ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അച്ഛമ്മ വന്നത് നല്ല ദിവസം, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവുന്ന ചോദിക്കുമ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ശ്രുതി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എനിക്കെല്ലാം അറിയാടാന്ന് അച്ഛമ്മ പറഞ്ഞു. മോളിങ് വന്നതെന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ചടുത്ത് നിർത്തുക. എന്നിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ കഴിയണമെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രമതി നിൽക്കുക. പെട്ടെന്ന് ഒരു സമയത്ത് എന്തോ ഞാൻ പറയാനായിട്ട് വന്നതാണല്ലോ
മോനെ സച്ചി, എന്താ അച്ഛമ്മേ? എടാ വന്നപ്പോഴേ ഞാൻ പറയാനിരുന്നതാ, അതെ ഈ ഷർട്ട് കൊള്ളാം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഇതേ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഇതോ അത് രേവതിയുടെ അമ്മ വാങ്ങിച്ചു തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛമ്മയ്ക്ക് ഭയങ്കര എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കാം. അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു കിളിക്കാൻ പെട്ടി ചിരിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നു. അച്ഛമ്മേ എന്നും പറഞ്ഞു. അപ്പോഴേക്കും അച്ഛമ്മ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ, സുഖമാണോ രണ്ടുപേർക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുഖം അച്ഛമ്മ എന്ന് പറഞ്ഞു. ഓടി വന്ന് വർഷ, അച്ഛമ്മ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി കാരണം വന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ മോളെ എന്ന് പറഞ്ഞു. അച്ഛമ്മയ്ക്ക് ദിവസം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇത് സച്ചേട്ടന് ആദ്യം ഓർമ്മയുണ്ടായിരുന്നില്ല അച്ഛമ്മയെന്ന് രേവതി പറയോ? ആണോടാ? അതും എന്നെ ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഓർമ്മയില്ലാത്തതുപോലെ ഞാൻ അഭിനയിച്ച് കാണിച്ച അച്ഛമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ സച്ചി. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞ് രേവതി. ഇപ്പോൾ സച്ചി ഇങ്ങനെ പേടിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ശ്രുതിയുടെയും ചന്ദ്രമതിയുടെ മുഖം ഇങ്ങനെ മേളിലോട്ടായിരിക്കുന്നത് കേട്ടോ. അമ്മ വരുന്ന കാര്യം അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ സച്ചി വിടുമായിരുന്നല്ലോ. പെട്ടെന്ന് വന്ന് നിങ്ങളെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തണമെന്ന് തോന്നി, അതാ ഞാൻ പറയാതെ ഓടി ഇങ്ങ് പോകുന്നതെന്ന് നമ്മുടെ അമ്മ പറയുക. അപ്പോൾ സർപ്രൈസ് വിസിറ്റ് അല്ല അച്ഛമ്മേ എന്ന് വർഷ ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിരിക്കുക കേട്ടോ. ചന്ദ്രമതിക്ക് ഒട്ടും ദഹിക്കണില്ല. അല്ല എൻ്റെ സച്ചിമോനെ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയടാ. ഞാൻ വന്നപ്പോഴേ നിന്റെ കയ്യിൽ ഒരു ജുവൽ ബോക്സ് കണ്ടല്ലോ, എന്താ അത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ എടുത്തിട്ട് അത് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് അത് അച്ഛമ്മയെ കാണിച്ചു കൊടുക്കുക. അപ്പം അച്ഛമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇന്ന് കല്യാണ നാളല്ലേ, രേവതിക്ക് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതാ, അവൾക്കുള്ള എൻ്റെ ഗിഫ്റ്റാന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് അച്ഛമ്മ കൊടുക്കാൻ പറഞ്ഞു. രേവതി ഞെട്ടി. അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴും ഇത് അച്ഛമ്മയുടെ കൈ കൊണ്ടേ അവളുടെ വിരലിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ നോക്കുക. എടാ നീ തന്നെയാണോടാ ഇതൊക്കെ ചെയ്യുന്നേ? അതെന്താ അച്ഛമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല മുൻപൊക്കെ ഇതുപോലെ എന്തെങ്കിലും നീ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഞാനോ രവിയോ പറയണമായിരുന്നു. ഇപ്പം നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ഭാര്യയ്ക്ക് വേണ്ടി മോതിരം വാങ്ങിച്ചിരിക്കുന്നു. അത് പിന്നെ അത് രവി എന്താ അമ്മ, ഇവൻ ആളാകെ മാറിപ്പോയല്ലോ. അയ്യോ ഞാൻ മാറിയിട്ടൊന്നും ഇല്ല അമ്മ അച്ഛമ്മയെന്ന് പറഞ്ഞ് സച്ചി നിൽക്കുമ്പോൾ ഇവനിപ്പോൾ നമ്മളെയൊന്നും വേണ്ടമ്മയെന്ന് രവിയേട്ടൻ. അച്ഛാ എന്ന് പറഞ്ഞ് സച്ചിയുടെ വക ഒരു വിളിയും. രേവതി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. രേവതി മോളെ പോലെ ഒരു നല്ല പെണ്ണ് ജീവിതത്തിലേക്ക് വന്നാലേ എത്ര മാറാത്ത ആൾ മാറും അമ്മയെന്ന് പറഞ്ഞു രവിയേട്ടൻ. അച്ഛാ സച്ചി ഒരിക്കലും മാറില്ല, സച്ചി എപ്പോഴും സച്ചി തന്നെ ആയിരിക്കുമെന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം. ഇതൊന്നും കേട്ടിട്ടങ്ങ് ദഹിക്കാതെ ചന്ദ്രമതി അവിടെ നിൽക്കുക. നല്ല കാര്യമാണ് ഭാര്യ പറയുന്നതെങ്കിൽ അത് കേട്ട് മാറുന്നതിൽ കുറച്ചിലൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഭാര്യ പറയുന്നത് കേട്ട് ഭർത്താവ് മാറണമെന്നാണോ അമ്മ പറയുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം എന്താടാ നിന്റെ അമ്മയ്ക്ക് ചെവി കൂട്ടൂടെ എന്ന് അച്ഛമ്മ അന്നേരം സച്ചിയോട് ചോദിച്ചു. നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ അത് കേട്ട് മാറണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ചന്ദ്രേ, നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ? കുടുംബത്തെ രണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നീ പറയാറുള്ളൂ അല്ലേ എന്ന് അമ്മ ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുമ്പോൾ അവിടെയും ചന്ദ്രയ്ക്ക് അടി. ചന്ദ്ര ഇങ്ങനെ താഴോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛമ്മ അതെ മോതിരം അച്ഛമ്മയ്ക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. നന്നായിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞു. ഇഷ്ടമായെന്ന് പറഞ്ഞു. ഈ ഒരു മോതിരം നീ തന്നെ അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. ദൈവം എന്നും നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് തന്നെ നിർത്തുമെന്ന് നമ്മുടെ അച്ഛമ്മ പറയാം. അതെ ഇത് നീ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സച്ചി നീ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അച്ഛനും. അങ്ങനെ സച്ചിയെ കൊണ്ട് തന്നെ ഇവരത് രേവതിയുടെ കയ്യിൽ ഇടിയിപ്പിക്കാം. അച്ഛമ്മയൊക്കെ ഇങ്ങനെ കൈ കൊട്ടി, അതുപോലെ വർഷയും ശ്രീകാന്തും ഒക്കെ കൈ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ ഏതാണ്ട് വീട്ടിൽ നിന്ന് എടുത്ത് സച്ചി നമ്മുടെ രേവതിക്ക് കൊടുത്തതുപോലെ ശ്രുതിയുടെ മുഖം വലിഞ്ഞു കയറി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ദേഷ്യം കാരണം ഇഷ്ടപ്പെട്ടില്ല, കലിപ്പ്. അങ്ങനെ ശ്രുതി കലിപ്പോടുകൂടി ഒരു സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കണ്ടപ്പോൾ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. രേവതി ഇങ്ങനെ മനസ്സ് നിറഞ്ഞ് സങ്കടമാണോ സന്തോഷമാണോ എന്താ പറയേണ്ടതെന്ന് അറിയാതെ മോതിരത്തിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അച്ഛമ്മയുടെ അടുത്ത് നിന്നിട്ട് അച്ഛമ്മ അതേ കണ്ടല്ലോ രേവതിയെ നോക്ക്. രേവതി മോതിരത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. എൻ്റെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നും ഇങ്ങനെ ഒരു സമ്മാനം സച്ചേട്ടൻ എനിക്ക് വാങ്ങിച്ച് തരുമെന്നും പറഞ്ഞുകൊണ്ട് രേവതി എന്നേരത്തേനും പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ രേവതി തന്നെ നോക്കി നിൽക്കുമ്പോൾ രേവതി സച്ചിയോട് ഒത്തിരി നന്ദിയൊക്കെ പറയാം. അപ്പോഴത്തേക്കും ചന്ദ്രമതിക്കൊന്നും അതൊക്കെ ദഹിക്കണില്ല കേട്ടോ. നല്ലതൊന്നും പിന്നെ പണ്ടേ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം അവർ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്ര വേഗം രേവതിയോട് പറഞ്ഞു പോയി ചായ എടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അച്ഛമ്മ ചോദിച്ചു നിന്റെ മുട്ടിന് വല്ല തേയ്മാനം ഉണ്ടോ ഓടിയെന്ന്? നടക്കാൻ വയ്യടി നിനക്ക്, രവിയുടെ അടുത്ത് നിന്ന് നിൽക്കടി, എന്നിട്ട് ചെന്ന് മക്കളെ ആശീർവദിക്കാൻ പറഞ്ഞു. വാടിവിടെ എന്നും പറഞ്ഞ് ചന്ദ്രയെ വിളിച്ചു. അങ്ങനെ അതേ മക്കൾ രണ്ടുപേരും കൂടി ഇവരുടെ അനുഗ്രഹം മേടിക്കുന്നു. അച്ഛൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. ചന്ദ്രമതി ഇവർ മുടിഞ്ഞു പോണേന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പം ചന്ദ്രമതിയെ കൊണ്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുപ്പിക്കുക അച്ഛമ്മ. ചന്ദ്രമതിക്കാണെങ്കിൽ എന്താ അറപ്പ് പോലെ.
എന്തോ കുഷ്ഠരോഗികളുടെ അടുത്ത് ചെല്ലുന്ന ഒരു അവസ്ഥയാണ് രേവതിയെ കാണുമ്പോൾ ചന്ദ്രമതിക്ക്. എന്നിട്ട് പിന്നെ കെട്ടിപ്പിടിക്കുക. രേവതിക്ക് അന്നേരത്തേക്കും ഭയങ്കര ഒരു ഇത്. ആ സമയത്ത് അച്ഛമ്മയുടെ ആശീർവാദം മേടിക്കാൻ പറഞ്ഞു സച്ചി രേവതിയോട്. അങ്ങനെ അവരെല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് അച്ഛമ്മ ഇനിയിപ്പോൾ അടുത്ത വർഷം അടുത്ത വർഷം ഒരേ സമയത്ത് ആശീർവാദം വാങ്ങിക്കാനായിട്ട് 3 പേരുണ്ടാകണമെന്ന കാര്യം അച്ഛമ്മ പറയാം. അപ്പോൾ അച്ഛമ്മ എന്തിനാ അടുത്ത വർഷം വരെ കാത്തിരിക്കുന്നേ? ഇപ്പൊ തന്നെ 3 പേർക്കും ആശീർവാദം കൊടുത്തേക്കാൻ പറഞ്ഞു. എടാ ശ്രീകാന്തേ, എടാ സുധി, ഇങ്ങ് വാടാ, ദേ അവനെയും കൂടെ ആശീർവദിക്കണം കേട്ടോ. അപ്പൊ 3 പേരായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛമ്മ അടി വെച്ചു കൊടുത്തു. ഇവൻ്റെ ഒരു കാര്യം, 3 പേരെന്ന് പറഞ്ഞാലേ എല്ലാം നേരെ ചുവനെ പറയണം അല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ പറയാം. അപ്പൊ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പൊ സച്ചിയുടെയും രേവതിയുടെയും കല്യാണമാണ് ആദ്യം നടന്നത്. അപ്പോൾ പിന്നെ ശ്രുതിക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും രേവതിക്കും സച്ചിക്കും ഉണ്ടായതിനു ശേഷം അവർക്കുണ്ടാകണം എന്നാണ് അച്ഛമ്മ പറഞ്ഞത്. അതുകൊണ്ട് ശ്രുതിക്കും ആദ്യം കൊച്ചുങ്ങളുണ്ടായാൽ എന്താ കുഴപ്പമെന്ന് ചന്ദ്രമതി ചാടി കയറി ചോദിക്കുക. അവർക്ക് ആദ്യം കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? അവർക്കുണ്ടായാൽ അതും എനിക്ക് സന്തോഷം തന്നെയാണെന്ന് അച്ഛമ്മ പറഞ്ഞു. ഞാൻ എൻ്റെ പേരക്കുട്ടികളെ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്, നിന്നെ പോലെ അല്ല ഞാനെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുക. ചന്ദ്രമതിയോട് അച്ഛമ്മ പറയുക. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയും സച്ചിയും ഇങ്ങനെ നിൽക്കുകയാണ്. ദേ ഞാൻ പറഞ്ഞത് ആരും മറന്നു പോയിട്ടില്ലല്ലോ. ആദ്യം കുഞ്ഞുണ്ടാകുന്നവർക്ക് ഞാൻ എൻ്റെ സ്വത്ത് എഴുതി തരുമെന്ന്, അത് മറന്നു പോകരുത് കേട്ടോ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറയുക. അത് കേട്ടപ്പം അച്ഛമ്മ ഇവർക്ക് കുഞ്ഞുണ്ടാകുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കണമെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അതൊന്നും വേണ്ട, ആർക്കാദ്യം കുഞ്ഞുണ്ടായാലും എനിക്ക് സന്തോഷം തന്നെയാണെന്ന് നമ്മുടെ അച്ഛമ്മ അന്നേരം പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചന്ദ്രമതിക്ക് ഭയങ്കര കലിപ്പാണ് കേട്ടോ. അല്ല, ഇന്ന് കല്യാണ ദിവസമായിട്ട് ഇവിടെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലേ? ആഘോഷം ഇനി ഇല്ലാണ്ടിരിക്കും അമ്മ. ഇന്ന് വൈകുന്നേരം ഇവിടെ ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു. എന്നിട്ട് മോള് രേവതി അതിനു മുൻപ് നിങ്ങൾ 2 പേരും കൂടി മോളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അച്ഛത് വേണോ? വേണം, അത് വേണം, പോയിട്ട് വാ ചെല്ല. ചെല്ലാൻ പറഞ്ഞു. അപ്പം അച്ഛമ്മ വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ വന്നാൽ എന്താടാ കുഴപ്പം? നീ എന്നെ ആദ്യമായിട്ട് കാണുവാണോ? അല്ലല്ലോ, ഞാനിവിടെ തന്നെ ഉണ്ട്. ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ 2 പേരും പോയിട്ട് വരാൻ പറഞ്ഞ് നിർബന്ധിച്ച് അവരെ പറഞ്ഞു വിടുക. രവിയേട്ടൻ എന്നിട്ട് ചന്ദ്രമതിയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ശ്രീകാന്തും വർഷയും കയറിപ്പോയി. ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതിയും അവിടെ നിൽക്കുമ്പോൾ ഓ എന്ന് പറഞ്ഞുകൊണ്ട് കാരക്കോവി നടക്കുക. അപ്പം എന്താ ആൻറ്റി ആകെ ഡള്ളായിരിക്കുന്നതെന്ന് ശ്രുതി ഒന്ന് ചോദിച്ചു. നാട്ടിൽ നിന്ന് അച്ഛമ്മ വന്ന ഇതുപോലെ അമ്മയുടെ മുഖത്ത് ആ ഒരു ഫ്യൂസ് അപ്പം പോകും, വന്നാൽ എൻ്റെ തലക്കേറി നിരങ്ങും. എപ്പോഴാണ് ആവോ തിരിച്ചു പോകുന്നതെന്ന് ചന്ദ്ര പറയുമ്പോൾ ചന്ദ്രയെ ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുന്നു. ദാ വന്നു ഒന്നും പറഞ്ഞ് ചന്ദ്ര എന്നത്തേക്കും പേടിച്ച് വരച്ചകത്തേക്ക് ഓടുക. അപ്പോൾ ശ്രുതിയും കൂടെ നിന്നിട്ട് അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ 2 എണ്ണങ്ങളും കൂടെ അവിടെ നിൽക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വീട്ടിൽ ചെന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ നിൻ്റെ അനിയൻ എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു സച്ചി രേവതിയോട്. അവൻ എന്നെ വിളിച്ചായിരുന്നു, അവനിപ്പോൾ പുറത്തെവിടെ പോയിരിക്കുകയാണെന്നും ഇപ്പം തന്നെ വരുമെന്നും രേവതി സച്ചിയോട് പറയുക. സച്ചി അങ്ങനെ നിൽക്കുക കേട്ടോ. സച്ചേട്ടാ കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്ക സച്ചേട്ടാ, ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കല സച്ചേട്ടാ, പ്ലീസ് സച്ചേട്ടാ, വേണ്ടാത്ത ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കള സച്ചേട്ടാ, ഇന്നത്തെ ദിവസം നമുക്കങ്ങ് സന്തോഷത്തോടെ ആഘോഷിക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ രേവതി പറഞ്ഞു. ഇന്ന് ഞാനൊരു ട്രിപ്പ് ഇട്ടിട്ടുണ്ടേ, അതുകൊണ്ടാണ് ചോദിച്ചത് എപ്പോഴാണ് തിരികെ പോകുന്നതെന്ന്. അപ്പോൾ ഇന്ന് ജോലിക്കൊന്നും പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞതല്ലായിരുന്നോ? ഈ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അത് വേണോ രേവതി? അത് വേണം. ഇവിടെ വന്നൊന്ന് മുഖം കാണിച്ചിട്ട് പോവാനല്ലല്ലോ നമ്മൾ വന്നത്. നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ കാണുമെന്നും വൈകുന്നേരം വീട്ടിൽ അച്ഛൻ ഫംഗ്ഷൻ നടത്തുന്നുണ്ടല്ലോ, അതിൽ അമ്മയും ദേവും എല്ലാവരും പങ്കെടുക്കണമെന്ന് അച്ഛൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു. നോക്ക്, വൈകുന്നേരം എല്ലാവരെയും കൂട്ടി നമുക്ക് പോകാമെന്ന് രേവതി പറയുമ്പം എല്ലാവരും എന്ന് പറഞ്ഞോ എല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെ സച്ചിയും രേവതിയും കൂടെ വൈകുന്നേരത്തെ ഫംഗ്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് മക്കൾ കയറി ചെല്ലുന്നത് അമ്മ കണ്ട. ഓടി ഇറങ്ങി വരുമോ, മക്കളെ സച്ചി മോനെ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചേച്ചി ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ദേവും 2 പേർക്കും വിവാഹ വാർഷിക ദിന ആശംസകൾ എന്ന് നമ്മുടെ സച്ചി ദേവുവിനോട് എടുത്തു ചോദിച്ചപ്പോൾ മലയാളത്തിൽ പറഞ്ഞു. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് സച്ചി നിൽക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് സാഹിബിൻ്റെ ഭാഷ അല്ലേ? അപ്പോൾ അത് പിന്നെ സോറി ഇതും സാഹിബിൻ്റെ ഭാഷ തന്നെയാ. സച്ചേട്ടൻ വാടി കൊടുത്ത് അടി വാങ്ങിച്ചു. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ ചിരിയും കളിയും സന്തോഷവും ഒക്കെ ആയിട്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും നമ്മുടെ ചന്ദ്രമതിയുടെ പപ്പും തോലും പറിച്ചിട്ടേക്കാണ് നമ്മുടെ അച്ഛമ്മ. നല്ല രസമുള്ളൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.